ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് നമ്മുടെ ബോട്ടത്തിൻ്റെ സൈഡിലത്തെ സ്ലിറ്റ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിച്ചിങ് ഒന്നും ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ എങ്ങനെ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ബോട്ടമൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിത് ഇവിടെ എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി സൈഡ് സ്റ്റിച്ച് ചെയ്യണം. സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് സൈഡിലാണ് നമ്മളിപ്പോൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സൈഡൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ സൈഡൊന്ന് യോജിപ്പിച്ചെടുക്കാം. മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇതുപോലെ ഒരു പ്രഷർ അകലത്തിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് താഴെ വരുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണോ സ്ലിറ്റിങ് വേണ്ടത് അതനുസരിച്ച് വേണം നമ്മൾ നിർത്താനായിട്ട്. താഴെ വന്നപ്പം ഞാനൊരു 3.5 ഇവിടെ എടുത്തിരിക്കുന്നത്. മടക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു 1.5 കിട്ടാൻ പാകത്തിന്, മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പം 1.5 കിട്ടാൻ പാകത്തിന് ഞാനിവിടെ ഒരു 3.5 എടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഞാനത് നിർത്തി കൊടുക്കുവാണ്. ഇതുപോലെ കൊണ്ടുവന്നിട്ട് നമുക്കവിടെ സൂചി നിർത്താം. സൂചി നിർത്തി നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിവിടെ സൂചിയിൽ നിന്ന് മാറ്റിയിട്ടില്ല, മാറ്റാതെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് മടക്കുക. ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി, ഉള്ളിലേക്കല്ല, നമ്മൾ ഉൾഭാഗമാണ് തയ്ക്കുന്നത്. അപ്പം നല്ല സ്ഥലത്തേക്ക് നമുക്കിതുപോലെ ഒന്ന് മടക്കാം. ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഞാൻ ക്ലീനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇതുപോലെ മെറ്റീരിയൽ ഓപ്പണിങ് വരുമല്ലോ. ഓപ്പണിങ് വരുമ്പോഴത്തേക്കും നമുക്ക് മെറ്റീരിയൽ ഇതുപോലെ ഇടുക. ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കുക. ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം അറിയാത്തവരാണെങ്കിൽ ഇവിടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. അരികുന്ന പിന്നെ താഴത്തെ ലെഗിൻ്റെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ വെച്ചാലും മതി. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് നമുക്കിങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് അടുത്ത സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സൈഡ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ വരും. എന്നിട്ട് അടുത്ത സൈഡ് നമുക്കിങ്ങനെ ഇതുപോലെ ഇങ്ങോട്ട് മടക്കണം. നമ്മൾ ആ സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ മടക്കി കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കുക. എന്നിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് പോകാൻ പാകത്തിന് ഇതുപോലെ ഒന്ന് ചെറിയ മടക്ക് ഇതുപോലെ പുറത്തേക്ക് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് അത് മറിച്ചെടുക്കുമ്പം അത് ഉള്ളിലേക്ക് പൊക്കോളും. നമുക്ക് എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങിൻ്റെ ഓരോ ടിപ്സുകളും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. പിന്നെ ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിനായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പോയി നിങ്ങളൊന്ന് കാണുക. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഡെൽറ്റ ക്രഷിൻ്റെ മെറ്റീരിയൽ സെയിലിൻ്റെ. അത് നല്ല മെറ്റീരിയലാണ്. നിങ്ങൾക്ക് വേണ്ടവർ ആ വീഡിയോ പോയി കണ്ടിട്ട് ഓർഡർ ചെയ്യുക. കണ്ട, എന്നിട്ട് നമുക്കിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് തള്ളിക്കൊടുക്കാം. ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ ഒന്ന് പുറത്തേക്കാക്കി കൊടുക്കാം. ഇതുപോലൊന്ന് പുറത്തേക്കാക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഒരു സ്റ്റിച്ചിങ്ങും ഇല്ല. സ്റ്റിച്ചിങ് ഒന്നും ചെയ്യാതെ പുറത്തേക്ക് സ്റ്റിച്ചിങ് ഒന്നും വരാത്ത രീതിയിൽ, ഒട്ടും പുറത്തേക്ക് സ്റ്റിച്ചിങ് വരാത്ത രീതിയിലാണ് നമ്മൾ ആ സ്ലിറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് ബോട്ടത്തിൻ്റെ. അങ്ങനെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. എന്നിട്ട് നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സാധാരണ ബോട്ടത്തിൻ്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഞാനിവിടെ വീതിക്ക് തന്നെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ബോട്ടത്തിൻ്റെ വീതിക്ക് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്താലേ ഒരു ഭംഗിയുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്കിതൊന്ന് വീതിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ആദ്യം ചെറുതായിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് വീതിക്ക് തന്നെ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ച് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ബോട്ടത്തിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അറിയാത്തവർക്ക് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൻ്റെ ലിങ്ക് നിങ്ങൾ പോയി കാണുക. അന്നേരം നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പിന്നെ ബോട്ടത്തിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. ബോട്ടത്തിൻ്റെ 2 കാലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ അത് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഒട്ടും സ്റ്റിച്ചിങ്ങൊന്നും സ്ലിറ്റിൻ്റെ അവിടെ പുറത്തേക്ക് വല്ലാത്ത രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ കഴിയും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെയേറെ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.